ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 17-ാം നമ്പർ 8 അംഗൻവാടി കെട്ടിടം നിർമ്മാണം ആരംഭിച്ചു. MLAയുടെ 2024-25 വർഷത്തെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള 20 ലക്ഷം രൂപയാണ് നിർമ്മാണ ചിലവ്. CC മുകുന്ദൻ MLA നിർമ്മാണോദ്ഘാടനം നിർവഹിച്ചു. എപ്പോഴും ഒരു കർമ്മത്തിന് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് അങ്ങനെ ഒരു വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് ഇറങ്ങുമ്പോൾ മുമ്പുണ്ടാകുന്നതിനേക്കാളുള്ള ദോഷങ്ങളൊക്കെ തീർത്ത് ഒരു പുതിയ പ്രവർത്തന രംഗത്ത് തുടക്കം കുറിക്കുന്ന ഒരു അനുഭവമാണ് നമ്മൾ വിളക്ക് കത്തിച്ചുകൊണ്ട് നമ്മൾ ഉദ്ഘാടന ചടങ്ങ് നടത്തുക എന്നുള്ളത്. നമ്മുടെ അംഗനവാടിയുടെ വളരെയേറെ പഴയകാല ചരിത്രമൊക്കെ പരിശോധിച്ചാൽ ഒരു അംഗനവാടി പണിയണമെങ്കിൽ ടീച്ചർ പറയുകയുണ്ടായി, പഴയ കാലത്തൊന്നും അംഗനവാടിയുടെ സാഹചര്യത്തെ സംബന്ധിച്ച് മഴ പെയ്യുമ്പോൾ തുള്ളി വെള്ളം പുറത്തു പോകാത്തൊരു സാഹചര്യം, ചുമരൊക്കെ വീണ്ടു നിൽക്കുക. അപ്പം അതിൻ്റെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന സമയത്ത് ഈ പഴയ കെട്ടിടം പൊളിച്ച് ഒരു പുതിയ കെട്ടിടം പണിയണം എന്നുള്ള ആഗ്രഹം ടീച്ചർക്കും ടീച്ചറുമായി ബന്ധപ്പെടുന്ന നമ്മുടെ അംഗനവാടി കുട്ടികളുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. എവിടെ നിന്നാ ഫണ്ട് കിട്ടും, എവിടെയൊക്കെ അത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ഒരു ധാരണ ടീച്ചർക്ക് ഉണ്ടായിരുന്നില്ല. നമ്മുടെ പഞ്ചായത്തും മറ്റുള്ളതിൻ്റെ ആദ്യം ഈ അംഗനവാടി പണിത് മുമ്പ് ഉണ്ടായിരുന്ന KP രാജൻ ഒക്കെ കൂടിയിട്ടാണ് ഇത് പണിത്. അന്നൊക്കെ ചെറിയ സംഖ്യയാണ് നമ്മുടെ അംഗനവാടിക്ക് കൊടുത്തിരുന്നത്. നാട്ടിക മണ്ഡലത്തിൽ 5 വർഷത്തിനകം 17 സ്മാർട്ട് അംഗൻവാടികൾ നിർമ്മിക്കാൻ ഫണ്ട് അനുവദിച്ചതായി MLA പറഞ്ഞു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത് അധ്യക്ഷയായി. വളരെ നല്ല രീതിയിൽ തന്നെ സ്ഥലം വളരെ പരിമിതമായ സ്ഥലമാണെങ്കിൽ പോലും ഒരു ഹൈടെക് അംഗൻവാടിയുടെ ഒരു വിഭാവനം തന്നെയാണ് അതിൽ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പം നമ്മുടെ കുട്ടികളെ ഏറ്റവും കൂടുതൽ കുട്ടികൾ വരുന്ന ഒരു അംഗൻവാടിയായിട്ട് തോന്നിയിട്ടുണ്ട്. വളരെ ചുരുക്കം അംഗൻവാടികളിലാണ് ഇവിടുത്തെ അത്ര കുട്ടികളെ കണ്ടിട്ടുള്ളൂ. അത് ഒരു കുറ്റമല്ല, പക്ഷെ എപ്പോഴും പറഞ്ഞാൽ നമുക്ക് ഇവിടെ വരുമ്പോൾ കുട്ടികളെ അധികം കാണാനായിട്ട് സാധിക്കാറുണ്ട്. അപ്പം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ അംഗൻവാടിയുടെ പണി എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമ്മുടെ കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട്, കുഞ്ഞുമക്കൾ മാത്രമല്ല ഇപ്പം അംഗൻവാടിയെ ആശ്രയിക്കുന്നത് നമുക്കറിയാം, ഗർഭിണികൾ മുതൽ വയോജനങ്ങൾ വരെ അതിൻ്റെ ഇടയിലുള്ള എല്ലാ കാലഘട്ടങ്ങളും ഒരു കുഞ്ഞിൻ്റെ ശൈശവം ജനനം മുതൽ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മുടെ അംഗൻവാടി കേന്ദ്രീകരിച്ച് നിരവധി പദ്ധതികളും പ്രവർത്തനങ്ങളും നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന അംഗൻവാടികളാണെല്ലാം. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് VN സുരേഷ്, ബ്ലോക്ക് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹസീന അക്ബർ, പഞ്ചായത്ത് അംഗങ്ങളായ KB പ്രജിത്ത്, അനിത അനിലൻ, പ്രിയലത പ്രസാദ്, സുനിത ജിനു, പഞ്ചായത്ത് അംഗവും അംഗൻവാടി ജീവനക്കാരിയുമായ ജയ, KK കൊച്ചു മുഹമ്മദ്, MK അബ്ദുൽ സലാം, AK നസീർ, ഷാജഹാൻ, റസാഖ് മാളിയേക്കൽ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു.